അപ്പോൾ നമ്മൾ ഈ എ പോസിറ്റീവ് അല്ലെങ്കിൽ ബി പോസിറ്റീവ് എന്നൊക്കെ പറയുന്നത് 2 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പോൾ ABO എന്ന് പറഞ്ഞൊരു ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്, RH എന്ന് പേരുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ABO എന്ന് പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ A ആൻറ്റിജനും B ആൻറ്റിജനും ഉണ്ട്. A ആൻറ്റിജൻ ഉണ്ടെങ്കിൽ നമ്മൾ A ആണ്, B ഉണ്ടെങ്കിൽ B. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ AB എന്ന് പറയും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ O എന്ന് പറയും. ഇതൊരു ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ ഒരു D ആൻറ്റിജൻ ഉണ്ട്, ക്യാപിറ്റൽ D. ഈ ക്യാപിറ്റൽ D ആൻറ്റിജൻ ഉണ്ടെങ്കിലാണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് എന്ന് പറയും. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ AB പോസിറ്റീവ്, AB നെഗറ്റീവ്. അപ്പോൾ നമ്മൾ AB പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റവും RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം AB പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ Aയും Bയും ആൻറ്റിജൻ ഉണ്ട്, അപ്പുറത്ത് D ആൻറ്റിജനും ഉണ്ട്. O നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഇതൊന്നുമില്ല. A ആൻറ്റിജൻ ഇല്ല, B ആൻറ്റിജൻ ഇല്ല, D ആൻറ്റിജനും ഇല്ല, ക്യാപിറ്റൽ D ആൻറ്റിജനും ഇല്ല. ഇപ്പോൾ AB പോസിറ്റീവ് ഉള്ള ഒരാൾക്ക് നമുക്ക് കംഫർട്ടബിളി, നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് ഇതൊക്കെ, നമുക്ക് A പോസിറ്റീവ് കൊടുക്കാം, B പോസിറ്റീവ് കൊടുക്കാം, O പോസിറ്റീവ് കൊടുക്കാം, നെഗറ്റീവുകളും കൊടുക്കാം. എല്ലാ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകളും നമുക്ക് പോസിറ്റീവ് ആളുകൾക്ക് കൊടുക്കാം. പക്ഷേ തിരികെ പറ്റില്ല, നമുക്ക് നെഗറ്റീവ് ആളുകൾക്ക് പോസിറ്റീവ് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവാണ്, എനിക്ക് A പോസിറ്റീവ് സ്വീകരിക്കാൻ പാടില്ല, B പോസിറ്റീവ് സ്വീകരിക്കാം, AB പാടില്ല, O പോസിറ്റീവ് സ്വീകരിക്കാം, നെഗറ്റീവുകളും സ്വീകരിക്കാം, B നെഗറ്റീവ് സ്വീകരിക്കാം, O നെഗറ്റീവ് സ്വീകരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ബ്ലഡ് ബാങ്കിൽ ഒരു വിദഗ്ധനായിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെയാണ്, എനിക്ക് ഇന്ന ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാമോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് കുറേ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് ഉണ്ട്. ഇനി ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കേട്ടു ബാംഗ്ലൂർ ഒരു പുതിയ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട്, ക്രോമർ B അല്ലെങ്കിൽ ക്രോമ എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക്, ഞാൻ പറഞ്ഞു ഇപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്, RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്. ഇതുപോലെ നമുക്ക് ഏകദേശം 45 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്. കിഡ്, ഡഫി, MNS, ലൂതറാൻ എന്നൊക്കെ പറഞ്ഞ പേരുള്ള 45ഓളം ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളിത് എല്ലാത്തിനെയും കുറി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോസ് മാച്ചിങ് എന്ന ടെക്നിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരാളുടെ നിന്ന് രക്തം സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ പോകുന്ന അയാളുടെ ബ്ലഡും എൻ്റെ ബ്ലഡും തമ്മിൽ മാച്ച് ആണോ എന്ന് നമ്മൾ നോക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്രോസ് മാച്ച് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ എന്തിനാണ് ക്രോസ് മാച്ച് ചെയ്യുന്നത്? ഈ പറഞ്ഞ 45 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിനും നമുക്ക് കമ്പാറ്റബിൾ ആണോ എന്നുള്ളതിൻ്റെ ഒരു ആകത്തുകയാണ് നമ്മൾ ഈ ക്രോസ് മാച്ചിങ് എന്ന വഴി നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ബ്ലഡ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ Aയും Bയും Oയും മാത്രമല്ല, ഒരുപാടുണ്ട്. അപ്പം ഇത് എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് വെച്ചാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ നമ്മളൊരു ആൻറ്റിബോഡി കണ്ടെത്തിയാൽ അത് ഏതാണ്, അത് എന്തിനെതിരായിട്ടാണ് ഈ ആൻറ്റിബോഡി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മൾ ബ്ലഡ് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ വയറിനുള്ളിലുള്ള, യൂട്രസിനുള്ളിലുള്ള കുഞ്ഞിന് ഇത് ബാധിക്കും. അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ സംഭവിച്ച് ആ കുഞ്ഞിൻ്റെ ഹീമോഗ്ലോബിൻ കുറയുകയും അത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കാനൊക്കെ ഉള്ളൊരു കാരണമൊക്കെ ആയേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റിബോഡികൾ കണ്ടാൽ നമ്മളത് പ്രോപ്പറായി ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനനുസരിച്ചുള്ള ബ്ലഡ് കൊടുക്കണം.